കടം വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത കേരളത്തിന് 2365 കോടി കിട്ടുക എന്നത് ചെറിയ കാര്യമല്ല. കേന്ദ്രത്തോട് കടത്തിന് വേണ്ടി കരയുകയും കെഞ്ചുകയും ചെയ്യുന്ന പിണറായിയാണ് 2365 കോടിയുടെ സഹായം വേണ്ടെന്ന് വെച്ച് ഒരു IAS ഉദ്യോഗസ്ഥനോട് പക വീട്ടിയത്. അതും പിണറായിക്ക് ഇഷ്ടമില്ലാത്ത പ്രശാന്ത് എന്ന ഉദ്യോഗസ്ഥനെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ മാത്രം. സസ്പെൻഷനിലായ പ്രശാന്ത് ഒട്ടും വഴങ്ങാതെ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചതാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് IASകാരുടെ പ്രസിഡന്റ് കൂടിയായ അശോകനാണ് എന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ഈ പ്രതികാര വാഞ്ചന. എന്നിട്ട് ചെയ്തത് എന്താണെന്നറിയാമോ? ഇല്ലാത്ത ഒരു കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കുന്നു. തദ്ദേശ ഭരണ പരിഷ്കരണ എന്നാണ് അതിന്റെ പേര്. അങ്ങനെ ഒരു കമ്മീഷൻ ഉള്ളതായി വകുപ്പ് മന്ത്രി MB രാജേഷിന് പോലും അറിയില്ല. രാജേഷിനോട് വിവരമാരാഞ്ഞ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം കൈമലർത്തുകയായിരുന്നു. ഒരു കമ്മീഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വകുപ്പിലൂടെ ഫയലുകൾ നീങ്ങണം. അങ്ങനെയൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിയമിച്ചതിന്റെ പിന്നിൽ 2 ഗൂഢലക്ഷ്യങ്ങളുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെക്രട്ടറി ആയിരിക്കുന്നത് അനുപമ IAS ആണ്. അശോകനേക്കാൾ 10 വർഷം ജൂനിയറായ യുവ IASകാരി. അവരുടെ കീഴിലേക്ക് ഇത്രയേറെ സീനിയോറിറ്റി ഉള്ള KSEBിയുടെ ചെയർമാനായിരുന്ന കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അശോകനെ നിയമിക്കുക. ഇരിക്കാൻ ഒരു കസേരയും ജോലി ചെയ്യാൻ ജീവനക്കാരും പ്രവർത്തിക്കാൻ ഓഫീസും ഇല്ലാത്ത വിധത്തിൽ അപമാനിക്കുക. ഇത് മാത്രമായിരുന്നു ലക്ഷ്യം. ഏറ്റവും കാര്യക്ഷമതയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അവസ്ഥയാണിതെന്ന് ഓർക്കണം. അശോകന്റെ സ്ഥലമാറ്റം വകുപ്പ് മന്ത്രി P പ്രസാദ് പോലും അറിഞ്ഞില്ല. മന്ത്രിസഭയിൽ ഈ തീരുമാനം പറയുമ്പോൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു കൃഷി മന്ത്രി പ്രസാദ് എന്ന് സഹപ്രവർത്തകർ പറയുന്നുണ്ട്.